കേരളത്തിന്റെ ആരോഗ്യമേഖല ലോകോത്തര നിലവാരം പുലർത്തുന്നതാണെന്ന് മുരളി പെരുന്നെല്ലി എം.എൽ.എ. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രണയദിനത്തിൽ സാന്ത്വനം എന്ന പേരിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിപ പോലുള്ള മഹാവ്യാധികളെ പൊരുതിത്തോൽപ്പിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ആരോഗ്യമേഖലയുടെ കരുത്താണ്. രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാകാൻ കഴിയുന്നതാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം. പാലിയേറ്റീവ് മേഖലയിലും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കേരളത്തിൽ നടത്തിവരുന്നതെന്നും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. കിടപിടിക്കാൻ കഴിയുന്ന ആരോഗ്യരംഗം അതുകൊണ്ടാണ് നിരവധി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിപ്പ വൈറസ്, കോവിഡ് വൈറസ്, അതുപോലെ തുടങ്ങിയിട്ടുള്ള നിരവധി പുതിയ പല രോഗങ്ങളും കെട്ടുകഴിവില്ലാത്ത രോഗങ്ങളും ഇതൊക്കെ വരുമ്പോഴും ജനങ്ങളിൽ പ്രയാസങ്ങളില്ലാതെ അതിനെ മറികടക്കാൻ നമുക്ക് കഴിയുന്നത് സർക്കാർ എടുക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ്. കണ്ടാണശ്ശേരി വാഴാവിൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള സാരഥി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പാലിയേറ്റീവ് കുടുംബസംഗമത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.ജി. പ്രമോദ് മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി ഡി.എം.ഒ. ഡോക്ടർ സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ.എസ്. ധനൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ നിവ്യ റനീഷ്, ഷക്കീല ഷമീർ, എൻ.എ. ബാലചന്ദ്രൻ, കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ.പി. ചിന്ത തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ആശാപ്രവർത്തകർ, എൻ.സി.സി. കേഡറ്റുകൾ, സ്കൌട്ട് കേഡറ്റുകൾ തുടങ്ങിയവർ കുടുംബസംഗമത്തിൽ പങ്കാളികളായി. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് കെയറിലെ രോഗികൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ച് നടന്ന കുടുംബസംഗമത്തിൽ പഞ്ചായത്ത് ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾക്ക് പുറമെ ഓട്ടൻതുള്ളൽ, ഗാനാലാപനം തുടങ്ങിയ പരിപാടികളും അരങ്ങേറി. പാലിയേറ്റീവ് രോഗികളുടെ മാനസികോല്ലാസത്തിനായി പ്രണയദിനത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഹൃദയത്തിന്റെ മാതൃകയിലുള്ള ബലൂൺ നൽകിയാണ് സ്വീകരിച്ചത്. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചത്.